ഞങ്ങളുടെ അധ്യാപക സംഘടനയുടെ നേതാവ്, പാർട്ടിയുടെ ഏറ്റവും വലിയ കേഡർ നേതാവായ ശ്രീ ഹരിഗോവിന്ദൻ, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം കഴിഞ്ഞ 10 കൊല്ലമായി പണിയെടുത്ത സ്ഥലമാണ് ഒറ്റപ്പാലം. ഹരിഗോവിന്ദനെ മാറ്റിയിട്ടാണ് ഈ സരിനെ ഞങ്ങൾ കൈപ്പത്തിന് കൊടുത്തത്. ഹരിഗോവിന്ദനെ നിങ്ങൾ കണ്ടുപിടിക്കണം, ആ കാലി തൊട്ട് തൊഴണം. ഹരിഗോവിന്ദൻ പറഞ്ഞതാണ് അറിയൂ, സരിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. എന്റെ വിയോജിപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിച്ചു. ഹരിഗോവിന്ദനാവാനുണ്ടല്ലോ 2 ജന്മം കെട്ടിരിക്കണം. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് സരിനല്ലെങ്കിൽ താങ്കളായിരുന്നു സ്ഥാനാർത്ഥി. ഒറ്റപ്പാലത്തുകാരനാണ് സന്ദീപ് വാര്യർ വരുമ്പം സ്വാഭാവികമായും ഒറ്റപ്പാലത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടുതലല്ലേ? കോൺഗ്രസിനെ ശക്തിപ്പെടുത്താന്നാണ് നമ്മുടെ ദൗത്യം അല്ലേ? കോൺഗ്രസിലേക്ക് ആര് വരട്ടെ, ഞാൻ മാത്രം മതി, എനിക്കില്ലെങ്കിൽ ഒന്നും വേണ്ടാന്ന് തീരുമാനിക്കുക ശരിയല്ലോ. എന്റെ പോസ്റ്റ് അല്ല പ്രശ്നം, കോൺഗ്രസ് ശക്തിപ്പെടുക എന്നുള്ളതാണ്. അതിലൊരു വിരോധവും ഒരു പ്രയാസവും ഇല്ല. അങ്ങനെ സന്ദീപ് വന്നാൽ സന്ദീപിനോട് ഞാൻ വർക്ക് ചെയ്യും.